My dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ exercise 12.2 6th question മുതലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. പേജ് നമ്പർ 230 exercise 12.2 6th question. A chord of circle of radius 15 cm subtends an angle of 60 degree at the center. Find the area of the corresponding minor and major segments of the circle. Questionly minor segmentum മേജർ സെഗ്മെൻറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ ഇന്നലെ പഠിച്ചു ഒരു സെഗ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുലയുണ്ട് അല്ലേ. എന്തായിരുന്നു ഫോർമുല? ഏരിയ ഓഫ് എ സെഗ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല പറഞ്ഞതായിരുന്നു ഏരിയ ഓഫ് സെഗ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ മൈനസ് ഏരിയ ഓഫ് സെക്ടർ അല്ലേ. ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ. ഏരിയ ഓഫ് എ സെഗ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഓഫ് എ സെക്ടർ മൈനസ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, അതാണ് ഫോർമുല നമ്മൾ ഉപയോഗിക്കുക അല്ലേ. റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം മനസ്സിലാവാനായിട്ട്. ഒരു സർക്കിൾ ആദ്യം വരച്ചു, അതിൽ ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് വേണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കോഡാണ് സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ എ ബി എന്ന് പറഞ്ഞൊരു കോഡ് ആദ്യം വരയ്ക്കാം. അപ്പോൾ അത് സർക്കിളിനെ മൈനർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ അല്ലേ, അതുപോലെ മേജർ സെഗ്മെൻറ്റ് എങ്ങനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഒരു സെഗ്മെൻറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? ഒരു കോഡ് വേണം അല്ലേ. അപ്പോൾ ആദ്യം ഒരു കോഡ് വരച്ചു എന്ന് വിചാരിക്കുക. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഏരിയ ഓഫ് മൈനർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ അല്ലേ, അത് കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് മേജർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പോർഷനും, അതായത് ഷെയ്ഡ് ചെയ്യാത്ത ഈ പോർഷൻ, അതാണ് ഏരിയ ഓഫ് ദ മേജർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഭാഗത്തെ ഏരിയയും നമുക്ക് കണ്ടുപിടിക്കണം, മൈനർ സെഗ്മെൻറ്റും അതുപോലെ ഏതാ മേജർ സെഗ്മെൻറ്റും അല്ലേ. മൈനർ സെഗ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഫോർമുല പറഞ്ഞു. എന്തായിരുന്നു? ഏരിയ ഓഫ് എ സെക്ടർ മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ അവിടെ ഒരു സെക്ടർ വേണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് റേഡിയസ് വേണം, അപ്പോഴാണ് സെക്ടർ ആവുക അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം സെൻറ്റർ ഇവിടെയാണെന്ന് മാർക്ക് ചെയ്യാം. രണ്ട് റേഡിയസ് ഇവിടേക്ക് വരച്ചു. സോ ഇതൊരു റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, ഇത് സെൻറ്റർ റോ ആണെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് മറ്റൊരു കാര്യം പറയുന്നുണ്ട് അല്ലേ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോഡ് ഓഫ് സർക്കിൾ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ ആണ്. വേറെ എന്താണ് തന്നിട്ടുള്ളത്? സബ്റ്റൻഡ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ. ഈ കോഡ് സെൻറ്റർ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി ആണ് അല്ലേ. 50 എന്ന് പറയുന്നത് റേഡിയസ് എന്ന് തന്നിട്ടുണ്ട്, 60 ഡിഗ്രി ആണ് ആംഗിൾ സെൻറ്റർ ആയിട്ട് ഉണ്ടാക്കുന്നത്. അതായത് എ ബി എന്ന് പറഞ്ഞ കോഡ് സെൻറ്റർ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള ഒരേപോലത്തെ ഫിഗറാണ് ഇതും അല്ലേ. കഴിഞ്ഞ ദിവസം സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഏത് പോർഷന്? ഒ എ ബി, ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ ഏരിയ ഓഫ് എ സെക്ടർ അല്ലെങ്കിൽ ഏരിയ ഓഫ് എ മൈനർ സെക്ടർ എന്ന് പറയുന്നത് അല്ലേ. അത് ആദ്യം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏരിയ ഓഫ് മൈനർ സെക്ടർ എന്ന് പറയാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. മൈനർ സെക്ടർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് മൈനർ സെക്ടർ എന്ന് പറഞ്ഞാൽ ഒ എ ബി എന്ന് പറയുന്ന ഇത്രയും പോർഷനാണ്. എന്തായിരുന്നു ഫോർമുല? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. അതായിരുന്നു സെക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല അല്ലേ. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ്, ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ 22/7. കറക്ഷൻ, ആക്ച്വലി ക്വസ്റ്റ്യനിൽ നമുക്ക് പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, 3.14 ആണ്. അപ്പോൾ അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഷുഡ് ബി ടേക്കൺ ആസ് 3.14. അപ്പോൾ നമുക്ക് ആ വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. 3.14 ഇൻറ്റു റേഡിയസ് ഇറ്റ് ഈസ് 15 ഗിവൺ. അപ്പോൾ 15 ഇൻറ്റു 15 എന്ന് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 60 0 കട്ട് ചെയ്യാം. 636ൽ 6 ടൈംസ് അല്ലേ, ബാക്കി അവിടെ ഉണ്ടാവുക 3.14. ഇതിൽ 6നെ 3 കൊണ്ട് കട്ട് ചെയ്യാം 2 ടൈംസ് അല്ലേ. 15നെ 3 കൊണ്ട് കട്ട് ചെയ്യാം 5 ടൈംസ്. ബാക്കി ഉണ്ടാവുക 3.14 ഇൻറ്റു 5 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക അല്ലേ. 3.14 ഇൻറ്റു 15 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 75 ആയി അല്ലേ, ഡിവൈഡഡ് ബൈ 2. ഇനി വേണമെങ്കിൽ നമുക്ക് ഡെസിമൽ കളയാൻ മുകളിൽ അടിയിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ, സിംപ്ലിഫിക്കേഷൻ ഞാനിപ്പോൾ ചെയ്യണില്ല ടൈം പോകുന്നുണ്ട് കേട്ടോ.
അതിന് ആൻസർ നിങ്ങൾക്ക് ഇങ്ങനെ വരും 117.75. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 117.75 യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണല്ലോ, സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ദിസ് ഈസ് ഏരിയ ഓഫ് ദ സെക്ടർ. വി ഗോട്ട് ഇറ്റ്. സെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇത് 60 ഡിഗ്രി ആണ്. ഇത് രണ്ടും റേഡിയസ് ആണ്. ഇത് രണ്ടും റേഡിയസ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 9th നമ്മൾ പഠിച്ചൊരു തിയറി ഉണ്ട് അല്ലേ. ഇഫ് 2 sides ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് വിൽ ബി ഓൾസോ ഈക്വൽ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത്. ഇത് എക്സ് എന്ന് എടുക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത്. ഇത് ഏതാ? എക്സ്. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. തിയറം പറയണു, രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അത് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, കഴിഞ്ഞ ദിവസം എഴുതിയ അതേ പ്രൂഫ് തന്നെയാണ് കേട്ടോ. എക്സ് പ്ലസ് 60 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് എഴുതാം. 2x പ്ലസ് 60 ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയാം. 2x ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 വിച്ച് വിൽ ബി ഈക്വൽ ടു 120 അല്ലേ. അതിൽ x ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 2 വിച്ച് വിൽ ബി ഈക്വൽ ടു 60 ഡിഗ്രി. ഇങ്ങനെ നമുക്ക് x ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. 5th ക്വസ്റ്റ്യനിൽ നമ്മൾ സെയിം പ്രൂഫ് തന്നെ ചെയ്തിരുന്നു കേട്ടോ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തതാണ്. അങ്ങനെ നമുക്ക് ഈ രണ്ട് ആംഗിളും 60 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ എല്ലാ ആംഗിൾസും എന്തായി? 60 ഡിഗ്രി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ OAB ഈസ് ആൻ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോൾ OAB ഒരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം കേട്ടോ. അതൊരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. ഇന്നലെ നമ്മൾ ചെയ്തതാണ്. ഏരിയ ഓഫ് ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ഏതായിരുന്നു? ട്രയാങ്കിളിൻ്റെ പേര് ട്രയാങ്കിൾ OAB ഈസ് ഈക്വൽ ടു, OAB എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഈക്വിലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിക്കാം. ഏതായിരുന്നു ഈക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല? √3/4a². ഇതായിരുന്നു ഫോർമുല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എ എന്ന് പറഞ്ഞ സൈഡ് 15 ആണ്. അപ്പോൾ 15 ഇൻറ്റു 15 എന്ന് വരും. ഈ പ്രോബ്ലത്തിൽ √3യുടെ വാല്യൂ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. എന്താണ് √3യുടെ വാല്യൂ നോക്കൂ, 1.73. അത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. √3യുടെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അങ്ങനെയുള്ളവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ √3യുടെ വാല്യൂ 1.73 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 15 ഇൻറ്റു 15 225 ആയി അല്ലേ. ഡിവൈഡഡ് ബൈ 4/9. ഈ 1.73നെ 225 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അഗൈൻ ഞാൻ സിംപ്ലിഫിക്കേഷൻ ഞാൻ ചെയ്യണില്ല, ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് യു വിൽ ബി ഗെറ്റിംഗ് 97.31. അപ്രോക്സിമേറ്റ് വാല്യൂ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 97.31 എന്ന് വരുന്നുണ്ടാവും. ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, ട്രയാങ്കിൾ OABയുടെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 97.31 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ദ സെഗ്മെൻറ്റ് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുമ്പോൾ ആദ്യം ഇതൊരു ഈക്വിലേറ്റർ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് വെക്കണം, എന്നാലാണ് മാർക്ക് കിട്ടുള്ളൂ. ഈക്വിലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് മൈനർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്? ഏരിയ ഓഫ് മൈനർ സെഗ്മെൻറ്റ് ഈസ് ഈക്വൽ ടു, മൈനർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഫോർമുല പറഞ്ഞത്? മൈനർ സെക്ടറിൻ്റെ ഏരിയ എന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യണം അല്ലേ. മൈനർ സെക്ടർ എന്ന് പറഞ്ഞാൽ OAB എന്ന് പറയുന്ന സെക്ടറാണ്. അതിൻ്റെ ഏരിയ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എത്രയാ? 117.75. അതാണ് ഏരിയ ഓഫ് ദ സെക്ടർ കേട്ടോ. മൈനർ സെക്ടർ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഫോർമുലയിൽ. ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 97.31. ഏത് ഫോർമുലയിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ആ ഫോർമുലയിലാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. മൈനസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 4 ബാക്കി 4 7 0 then 9 2. What you will be getting is 20.44. What is the unit it is given? Centimeter അല്ലേ. സോ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതായിരിക്കും ഏരിയ ഓഫ് മൈനർ സെഗ്മെൻറ്റ് കണ്ടുപിടിച്ചാൽ കിട്ടുക.
അപ്പോൾ ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് കണ്ടുപിടിക്കാൻ ഏത് ഫോർമുല ഉപയോഗിച്ച് ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്തത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മേജർ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ ഓഫ് മേജർ സെഗ്മെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ ഒഴിച്ച് ബാക്കി ഉള്ള പോർഷൻസ് മുഴുവൻ ഏരിയ ഓഫ് മേജർ സെഗ്മെന്റ് ആണ്. അതായത് ഇതൊരു സർക്കിൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ പോർഷനാണ് മൈനർ സെഗ്മെന്റ്, ഇതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്താ? മേജർ സെഗ്മെന്റ് ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല പറയാം. ഏരിയ ഓഫ് മേജർ സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു ഒരു സർക്കിളിന്റെ രണ്ട് പാർട്ടാണ് മൈനർ സെഗ്മെന്റും മേജർ സെഗ്മെന്റും അല്ലേ. അപ്പോൾ മൈനർ സെഗ്മെന്റും മേജർ സെഗ്മെന്റും കൂടി ആഡ് ചെയ്താൽ എന്താണ് കിട്ടുക? ഏരിയ ഓഫ് എ സർക്കിൾ ആണല്ലോ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇങ്ങനെ ഫോർമുല പറയാം. ഏരിയ ഓഫ് സർക്കിൾ മൈനസ് ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ്, അതായത് ഏരിയ ഓഫ് മേജർ സെഗ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട്, മേജർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ ആണ് കേട്ടോ, ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ. അതിനുവേണ്ടി ഏരിയ ഓഫ് സർക്കിളിൽ നിന്ന് ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റിനെ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ബാക്കിയുള്ളത് ഏതായിരിക്കും? ഏരിയ ഓഫ് മേജർ സെഗ്മെന്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം ഏരിയ ഓഫ് സർക്കിൾ ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. നമുക്കറിയാം ഏരിയ ഓഫ് ദ സർക്കിളിന്റെ ഫോർമുല ഏതാ? പൈ ആർ സ്ക്വയർ ആണ് അല്ലേ. അതിൽ നിന്ന് ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. എത്രയായിരുന്നു? 20.44 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ സർക്കിളിന്റെ ഏരിയന്ന് മൈനർ സെഗ്മെന്റിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മേജർ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടും. പൈ ആർ സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. പൈയുടെ വാല്യൂ 3.14 ആണ്. റേഡിയസ് 15 × 15 അല്ലേ, മൈനസ് 20.44 എന്നാണ് വരിക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3.14 × 15 × 15 225 ആവും, മൈനസ് 20.44 എന്ന് വരും. ഇനി മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അതിൽ നിന്ന് 20.44 സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ, ഇത് രണ്ടും. അതിൽ നിന്ന് 20.44 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ, കാരണം നമുക്ക് ടൈം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതർവൈസ് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു മച്ച്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് 20.44 മൈനസ് ചെയ്താൽ approximately you will be getting 686.06 that much centimeter square. പല സിംപ്ലിഫിക്കേഷൻ്റെ സ്റ്റെപ്സ് ഞാൻ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും നമുക്ക്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 3.14 × 225 നിങ്ങൾക്കറിയാലോ മൾട്ടിപ്ലൈ ചെയ്യാൻ. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ നിന്ന് 20.44 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദിസ് വാല്യൂ. ഇങ്ങനെയാണ് മേജർ മേജർ സെഗ്മെന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ സർക്കിളിൽ നിന്ന് മൈനർ സെഗ്മെന്റ് സബ്ട്രാക്ട് ചെയ്താൽ മേജർ സെഗ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാം. ഒന്ന് ആലോചിച്ചാൽ ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. അറിയണം എന്താണ് സെഗ്മെന്റ്, എന്താണ് സെക്ടർ, ഇതിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് നെക്സ്റ്റ്. പക്ഷേ ഈ വർഷം അവർ പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ആംഗിൾ 120 വരുന്ന ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആംഗിൾ 120 ആയതുകൊണ്ട് അത് ഡിലീറ്റഡ് പോർഷൻ ആണെന്ന് കരുതി വേണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7 സെൻട്രൽ ആംഗിൾ 120 വരുന്ന പ്രോബ്ലംസ് ഡിലീറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നെക്സ്റ്റ് ഞാൻ വായിക്കുന്നത്. എ ഹോഴ്സ് ഈസ് ടൈഡ് ടു എ പെഗ് അറ്റ് വൺ കോർണർ ഓഫ് എ സ്ക്വയർ ഷേപ്ഡ് ഗ്രാസ് ഫീൽഡ് ഓഫ് സൈഡ് 15 meter by means of a 5 meter long rope. Find, first sub question, the area of that part of the field in which horse can graze. Second question, the increase in the grazing area if the rope were 10 meter long instead of 5 meter. രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് റഫ് ആയിട്ടൊരു ഫിഗർ വരയ്ക്കാം, അപ്പോൾ ഒരു ഐഡിയ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. ഫിഗർ അവർ ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, സെയിം ഫിഗർ തന്നെയാണ് നമ്മൾ വരയ്ക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്, കുറച്ചും കൂടി ഈസിയാണ് നമുക്ക്. ഫിഗർ ഈസ് ഗിവൺ. ഒരു സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലേ, ഇങ്ങനെയാണ് ഫിഗർ തന്നിട്ടുള്ളത്, ഒരു സ്ക്വയർ. ഓക്കെ, ഇനി അതിൻ്റെ ഒരു എൻഡിൽ ഒരു ഹോഴ്സിനെ ടൈ ചെയ്തിട്ടുണ്ട് അല്ലേ. സപ്പോസ് ഇതൊരു ഹോഴ്സാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ.
ഹോഴ്സ് അവിടെ നിൽക്കണമെന്ന് വിചാരിക്കും. എന്താണ് ഇനി കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഹോഴ്സിനോട് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് അവർ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഹോഴ്സിനെ റോപ്പ് അല്ലേ, റോപ്പ് ഇവിടം വരെ ഉണ്ട് കേട്ടോ. ഈ ഹോഴ്സിന് എങ്ങനെയാണ് മൂവ് ചെയ്യാൻ പറ്റുക? ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ ഹോഴ്സിന് മൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഷേപ്പ് ആയിരിക്കും വരിക? ഇറ്റ് വിൽ ബി എ ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ. ഹോഴ്സ് മൂവ് ചെയ്യണമെങ്കിൽ അതൊരു ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ ആയിരിക്കും വരിക. ഒരു ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിളിൻ്റെ ഷേപ്പിലാണ് ഹോഴ്സിന് ഗ്രേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിലുള്ള പോർഷൻ മാത്രമേ ഹോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗ്രേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഹോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യാം അല്ല, ഈ ഏത് ഷേപ്പിലാണ്? ഒരു ആർക്കിൻ്റെ ഷേപ്പിലാണ് ഇതിന് മൂവ് ചെയ്യാൻ പറ്റുക. ഇതിവിടെ ടൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ മാത്രമേ മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഹോഴ്സിന് ഗ്രേസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് കേട്ടോ, വിച്ച് ഈസ് ദ ഷെയ്ഡഡ് ഏരിയ എന്ന് പറയാം വേണമെങ്കിൽ. നമുക്ക് ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ മാത്രമേ ഹോഴ്സിന് ഗ്രേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് മനസ്സിലാക്കി വയ്ക്കണം. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കൂ. ഷേപ്പ്ഡ് ഗ്രാസ് ഫീൽഡ് ഓഫ് സൈഡ് 15 മീറ്റർ. ഈ സ്ക്വയറിൻ്റെ സൈഡ് 15 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, അത് ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള. നമുക്ക് സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ആവശ്യമില്ല ഇവിടെ. ഇവിടെ നമുക്ക് എന്താണ് ഷേപ്പ്? ഒരു ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ ക്വാർട്ടർ ഓഫ് എ സർക്കിൾ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അത് മാത്രമാണ് നമുക്ക് ആവശ്യം. അത്ര ഏരിയ ആണല്ലോ നമുക്ക് ഗ്രേസ് ചെയ്യാനായിട്ട് പറ്റുക ഹോഴ്സിന്. അപ്പോൾ അത് മാത്രമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 15 മീറ്റർ സൈഡ് ഓഫ് ദ സ്ക്വയർ തന്നിട്ടുള്ളത് ആക്ച്വലി ഇറ്റ് ഈസ് ജസ്റ്റ് ടു കൺഫ്യൂഷൻ ആവരുത്. അത് നമുക്ക് ആവശ്യമുള്ളതല്ല ഈ 15 മീറ്റർ എന്ന് പറയുന്നത്. ഇനി എന്താ പറയുക? ബൈ മീൻസ് ഓഫ് എ 5 മീറ്റർ ലോങ് റോപ്പ്. ഈ റോപ്പിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാണ്? 5 മീറ്റർ. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ 5 മീറ്റർ ആണ് ആ റോപ്പിൻ്റെ ലെങ്ത് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ റോപ്പിൻ്റെ ലെങ്ത് വേണം ഇവിടെ എന്തായിട്ട് എടുക്കാനായിട്ട്? റേഡിയസ് ആയിട്ട് എടുക്കാനായിട്ട് അല്ലേ. ഈ റോപ്പ് ഇങ്ങനെയാണല്ലോ മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആയിരിക്കും. അപ്പോൾ ആ റോപ്പിൻ്റെ ലെങ്ത് റേഡിയസ് ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഇത് ഏത് ഷേപ്പാണിത്? ഒരു ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ. അപ്പോൾ നമുക്ക് എന്താണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്? ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ ക്വാർട്ടർ ഓഫ് എ സർക്കിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ക്ലിയർ ആവണം. ഈ 15 എന്ന് പറയുന്ന യൂണിറ്റ്സ് നമുക്ക് ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം തന്നതാണ്. നമുക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല. കാരണം നമുക്ക് സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ വേണ്ട ഷേപ്പ് ഏതാ? ഒരു ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ ആണ്. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കൂ. ദ ഏരിയ ഓഫ് ദാറ്റ് പാർട്ട് ഓഫ് ദ ഫീൽഡ് ഇൻ വിച്ച് ദ ഹോഴ്സ് ക്യാൻ ഗ്രേസ്. ആ ഹോഴ്സിന് ഗ്രേസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷനാണ് ഹോഴ്സിന് ഗ്രേസ് ചെയ്യാനായിട്ട് പറ്റുക അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദ ഗ്രാസ് ഫീൽഡ് ഹോഴ്സ് ക്യാൻ ഗ്രേസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഗ്രാസ് field horse can graze is equal to അത് ഏത് ഷേപ്പ് ആണെന്നാണ് പറഞ്ഞത്? ഒരു ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ ആണ് അല്ലേ. ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ക്വാർട്ടർ ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ ഒരു സെക്ടർ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇതൊരു സെക്ടർ ആണല്ലോ. അപ്പോൾ ഏതാണ് ഫോർമുല വരിക? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. കാരണം ഇതൊരു സെക്ടർ ആണ്. ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്ടർ ആണ്. അതിൻ്റെ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് വരും അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർക്കിളിൻ്റെ ക്വാർട്ടർ ഭാഗം എന്നുള്ള ഫോമിൽ 1/4 പൈ ആർ സ്ക്വയർ എടുത്ത് ചെയ്താലും കിട്ടും കേട്ടോ ആൻസർ. ഓക്കെ, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഒരു സ്ക്വയറിൻ്റെ ആംഗിൾ ആണിത്. 90 ഡിഗ്രി ആണ്. ഒരു സ്ക്വയർ ആണല്ലോ. അപ്പോൾ ആംഗിൾ എത്രയായിരിക്കും വരിക? 90. അല്ലെങ്കിൽ ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രി. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് എത്ര? 90 ഡിഗ്രി അല്ലേ. സോ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 22/7. റേഡിയസ് 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 5 അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 0 ക്യാൻ ബി ക്യാൻസൽ. 936 4 ടൈംസ് കട്ട് ചെയ്യാം. 4 2 ടൈംസ്, 22 2 11 ടൈംസ് അല്ലേ. സോ വെൻ യു വിൽ സിംപ്ലിഫൈ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ്. 11 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 25 ആയി. 2 ഇൻറ്റു 7 14 ആയി അല്ലേ.
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 into 25 275 അല്ലേ, ഡിവൈഡഡ് ബൈ 14 എന്ന് വരും. ഇതായിരിക്കും ഏരിയ ഓഫ് ഗ്രാസ് ഫീൽഡ് ഹോഴ്സ് ക്യാൻ ഗ്രേസ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 275 ഡിവൈഡഡ് ബൈ 14 എന്ന് വരും. വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 19.625 അങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ. ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായിരിക്കും ഏരിയ ഓഫ് ഗ്രാസ് ഫീൽഡ് ഹോഴ്സ് ക്യാൻ ഗ്രേസ്. ഇത്രയും ഏരിയ ആണ് ആ ഹോഴ്സിന് ഗ്രേസ് ചെയ്യാനായിട്ട് പറ്റും. 19.625 സെൻറ്റിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവിടെ മീറ്റർ ആണ്, സെൻറ്റിമീറ്റർ അല്ല കേട്ടോ, കറക്ഷൻ. ഇറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. സോ 19.625 മീറ്റർ സ്ക്വയർ അത്ര ഏരിയ ആണ് ഹോഴ്സിന് ഗ്രേസ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുള്ള എന്താ നോക്കൂ. ഇൻക്രീസ് ഇൻ ദ ഗ്രേസിംഗ് ഫീൽഡ് ഏരിയ ഇഫ് ദ റോപ്പ് വെർ 10 മീറ്റർ ലോങ്. 5 മീറ്ററിന് പകരം റോപ്പിൻ്റെ ലെങ്ത് 10 മീറ്റർ ആണെങ്കിൽ എത്ര ഏരിയ ആയിരിക്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക? കൂടും. നമുക്കറിയാം റോപ്പിൻ്റെ ലെങ്ത് കൂടുന്തോറും ഏരിയ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എത്ര ഏരിയ ആണ് ഇൻക്രീസ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് 5ന് പകരം എത്ര എടുക്കണം? അവിടെ 10 ആയിരിക്കണം അല്ലേ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഓഫ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ഫീൽഡ് ഹോഴ്സ് ക്യാൻ ഗ്രേസ്, അത് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഏരിയ രണ്ടാമത്തെ കേസിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 90 ആംഗിൾ സെയിം തന്നെയാണ്. 360 ഇൻറ്റു 22/7 പൈയുടെ വാല്യൂ. റേഡിയസ് 5 ഉള്ളെന്ന് മാറി രണ്ടാമത്തെ കേസിൽ എത്രയായിട്ട് വരും? 10 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കേസിൽ റേഡിയസ് 10 ആണെന്ന്. അപ്പോൾ ഇവിടെ ഈ ഫോർമുലയിൽ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. 5ന് പകരം റേഡിയസ് എത്ര എടുക്കണം? 10 എടുക്കണം കേട്ടോ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാനായിട്ട്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. 0 ക്യാൻ ബി ക്യാൻസൽ. 9 in 36 4 times 4 can be cut by 2. 22 can be cut by 2 11 times ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഈ 2 10ൽ കട്ട് ചെയ്യാം 5 times അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 into 5 എത്ര വരിക? 55. ഒരു 0 ഉണ്ട്. ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. 550 ഡിവൈഡഡ് ബൈ 7 അതായിരിക്കും ഏരിയ ഓഫ് ഗ്രാസ് ഫീൽഡ് ഇൻ ദ സെക്കൻഡ് കേസ്. അപ്പോൾ when radius is 10 meter, when radius is 10 meter, area will be 550 divided by 7. അത് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. So when you divide 550 divided by 7, 7 49 remaining 6 60 8 times 55 times approximately 5 something it will be coming. You can round it as 78.5. approximately 78.5 something will be there. You can approximately take it as 78.5. So that will be the area when radius is 10 meter. Now increase in area, that is what they asked to find out. Increase in area is equal to, how will you get the increase in area? 10 മീറ്റർ ആകുമ്പോഴുള്ള ഏരിയ 78.5 ആണെന്ന് വിചാരിക്കുക. അതാണ് നമുക്ക് കിട്ടിയത്. ആദ്യത്തെ കേസിലെ ഏരിയ 19.625 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് ഇൻക്രീസ് ഇൻ ഏരിയ കിട്ടും അല്ലേ. എന്ന് പറഞ്ഞാൽ 78.5 മൈനസ് 19.625 സബ്ട്രാക്ട് ചെയ്യണം. അതായത് റേഡിയസ് 10 മീറ്റർ ആകുമ്പോൾ കിട്ടിയ ഏരിയന്ന് റേഡിയസ് 5 മീറ്റർ ആകുമ്പോൾ കിട്ടുന്ന ഏരിയ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്ത് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് 58.875 അങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ. ചെയ്ത് നോക്കുക. അപ്രോക്സിമേറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് ദിസ് മച്ച് മീറ്റർ സ്ക്വയർ. 58.875 മീറ്റർ സ്ക്വയർ അപ്രോക്സിമേറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം 5 മീറ്റർ ആകുമ്പോൾ കിട്ടുന്ന ഏരിയ കണ്ടുപിടിച്ചു, പിന്നെ 10 മീറ്റർ ആകുമ്പോഴുള്ള ഏരിയ കണ്ടുപിടിച്ചു, എന്നിട്ട് 10 മീറ്റർ ആകുമ്പോഴുള്ള ഏരിയയിൽ നിന്ന് 5 മീറ്റർ ആകുമ്പോഴുള്ള ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ ഇൻക്രീസ് ഇൻ ഏരിയ കിട്ടും. ഏകദേശം 58.87 അല്ലെങ്കിൽ 88 എന്ന് റൗണ്ട് ചെയ്യാം. അത്രയും ഏരിയ ആയിരിക്കും ഇൻക്രീസ് ആയിട്ടുണ്ടാവുക കേട്ടോ. ചേഞ്ച് ഇൻ ഇൻക്രീസിങ് ഏരിയ എന്ന് പറയുന്നത് 58.88 അപ്രോക്സിമേറ്റ്ലി ഇറ്റ് വിൽ ബി ദ ഏരിയ. ഇങ്ങനെയാണ് ആ 8th ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ക്വസ്റ്റ്യൻ നമ്പർ 9 നെക്സ്റ്റ് വി ക്യാൻ ഡു. എ ബ്രൂച്ച് ഈസ് മെയ്ഡ് വിത്ത് സിൽവർ വയർ ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ വിത്ത് ഡയാമീറ്റർ 35 millimeter. The wire is also used in making 5 diameters which divide the circle into 10 equal sectors as shown in figure. Find, first question, the total length of the silver wire required. എത്ര സിൽവർ വയറാണ് ആകെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ഏരിയ ഓഫ് ഈച്ച് സെക്ടർ ഓഫ് ദ ബ്രൂച്ച്. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. എത്ര സിൽവർ വയർ ആകെ നമുക്ക് ആവശ്യമുണ്ട്, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഇറ്റ് ഈസ് റിക്വയർഡ്. രണ്ടാമത്തെ ഏരിയ ഓഫ് ദ ഈച്ച് സെക്ടർ ഓഫ് ദ ബ്രൂച്ച്. ബ്രൂച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു ബട്ടൺ പോലെ നമുക്ക് ഭംഗിയിൽ നമ്മൾ ഡ്രസ്സിലായിട്ട് വെക്കുന്ന ഒരു പോർഷൻ, അതാണ് ബ്രൂച്ച് എന്നും പറയുന്നത് കേട്ടോ. ഫിഗർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, റഫ് ഫിഗർ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇത് ബ്രൂച്ച് തന്നിട്ടുണ്ട് അല്ലേ. ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് സിൽവർ വയർ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സർക്കിൾ, അതാണ് അവർ തന്നിട്ടുള്ളത്. ഫിഗർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു സർക്കിളാണ്. ആ സർക്കിളിൽ ഡയാമീറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, അതുപോലെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇങ്ങനൊരു ബ്രൂച്ചാണ് ക്വസ്റ്റ്യനിൽ അവർ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലെ എല്ലാ ലൈൻസും ഇതിനല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയാം, മേഡ് അപ്പ് ഓഫ് സിൽവർ വയർ ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ വിത്ത് ഡയാമീറ്റർ 35 millimeter. ഇതെല്ലാം സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ ഇത് ഡയാമീറ്റർ ആണ്. നമുക്കറിയാം എത്ര ഡയാമീറ്റേഴ്സ് ഇവിടെ തന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. 1 2 3 4 5 ഡയാമീറ്റേഴ്സ് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം കേട്ടോ. ദ വയർ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ മേക്കിംഗ് 5 ഡയാമീറ്റേഴ്സ് which divide the circle into 10 equal sectors. ഈ 5 ഡയാമീറ്റേഴ്സ്, ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ ടോട്ടൽ ഏതൊക്കെയാണ് 5 ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ഡയാമീറ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അത് സർക്കിളിനെ 10 ഈക്വൽ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് ഡയാമീറ്ററിൻ്റെ ഇടയിൽ വരുന്ന പോർഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ടറാണ് അല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഇതൊരു സെക്ടറാണെന്ന് നമുക്ക് പറയാം. ഇങ്ങനെ 10 ഈക്വൽ സെക്ടേഴ്സ് ആണ് ഇതിലുള്ളത്. നമുക്ക് നോക്കിയാൽ അറിയാം. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഡിവൈഡ് ദ സർക്കിൾ ഇൻ ടു 10 ഈക്വൽ സെക്ടേഴ്സ്. 10 ഈക്വൽ സെക്ടർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിൽവർ വയർ റിക്വയർഡ്. എത്ര സിൽവർ വയർ, എത്ര ലെങ്ത് ആണ് ചോദിക്കുന്നത് കേട്ടോ. സിൽവർ വയർ എത്ര ലെങ്ത് വേണ്ടി വരും. ഇതിൽ ഏതൊക്കെ പോർഷനാണ് സിൽവർ വയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഒരു സർക്കിൾ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിൽവർ വയർ. ഈ സർക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത് സിൽവർ വയർ ആണ്. പിന്നെ 5 ഡയാമീറ്റേഴ്സ്, എല്ലാ ഡയാമീറ്റേഴ്സ് 5 ഡയാമീറ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അതെല്ലാം സിൽവർ വയർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ പോർഷനാണ്, ഒരു സർക്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ അത് സിൽവർ വയർ ആണ്. പിന്നെ 5 ഡയാമീറ്റേഴ്സും ഇതും സിൽവർ വയർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കും ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിൽവർ വയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, ടോട്ടൽ ലെങ്ത് ഓഫ് സിൽവർ വയർ ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് സിൽവർ വയർ റിക്വയർഡ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, എത്ര സിൽവർ വയർ ആയിരിക്കും വേണ്ടി വരിക. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ സർക്കിൾ മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ലെങ്ത് മൊത്തം സിൽവർ വയർ ആണ്. അപ്പോൾ നമുക്കറിയാം സർക്കംഫറൻസ് ഓഫ് സർക്കിൾ അത് സിൽവർ വയർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്ലസ് സർക്കംഫറൻസ് ഓഫ് സർക്കിൾ പ്ലസ് എന്തായിരിക്കും വരിക, എത്ര ഡയാമീറ്റേഴ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്, 5 ഡയാമീറ്റേഴ്സ്, അതും സിൽവർ വയർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു സർക്കിളും പിന്നെ 5 ഡയാമീറ്റേഴ്സും സിൽവർ വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സർക്കംഫറൻസ് ഓഫ് സർക്കിളിൻ്റെ ഫോർമുല നമുക്കറിയാം 2πr. 5 ഡയാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 5 × d എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ. ഇത്രയും പോർഷനാണ് സിൽവർ വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. 2 × പൈയുടെ വാല്യൂ 22/7 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റേഡിയസ് ഡയാമീറ്റർ 35 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക, 35/2 അല്ലേ. അപ്പോൾ റേഡിയസിന് എന്താ കൊടുക്കുക, 35/2 പ്ലസ് 5 × ഡയാമീറ്റർ വീണ്ടും എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡയാമീറ്റർ ആണ്, ഡയാമീറ്റർ എത്രയാ, 35. അങ്ങനെ എത്ര ഡയാമീറ്റർ ഉണ്ട്, 5. സോ 5 × 35 ഇറ്റ് വിൽ ബി, ഇതിൽ 2 can be cancelled. 7 35ൽ 5 ടൈംസ് കട്ട് ചെയ്യാം. 22 × 5 എത്രയായിരിക്കും, 110 പ്ലസ് 5 × 35 എത്രയായിരിക്കും വരിക, 175 അല്ലേ. വിച്ച് ക്യാൻ ബി ആഡഡ് 285. ഇത്രയും ലെങ്ത്, ഇത് ലെങ്ത് ആണ്, അതുകൊണ്ട് തന്നെ മില്ലിമീറ്ററിലാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. 35 millimeter ആണ് ഡയാമീറ്റർ. അപ്പോൾ ദാറ്റ് മച്ച് millimeter വയർ വിൽ ബി നീഡഡ്. അപ്പോൾ ലെങ്ത് ഓഫ് സിൽവർ വയർ റിക്വയർഡ് വിൽ ബി ഈക്വൽ ടു, എത്ര ലെങ്ത് ആണ് ആവശ്യം വരിക, 285 millimeter.
സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. 5 ഡയാമീറ്ററും നമ്മൾ സിൽവർ വയർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്യുക, അത്ര മാത്രമാണ് വേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുള്ള സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ഈച്ച് സെക്ടർ ഓഫ് ദ ബ്രൂച്ച്. ഏരിയ ഓഫ് ഈച്ച് സെക്ടർ, ഏരിയ ഓഫ് ഈച്ച് സെക്ടർ അല്ലെങ്കിൽ 1 സെക്ടർ എന്ന് പറയാം അല്ലേ. ഈച്ച് സെക്ടർ ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? θ/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇതാണല്ലോ ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. ഇവിടെ നമുക്ക് ആംഗിൾ തന്നിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കുക? എത്ര സെക്ടേഴ്സ് ഉണ്ടെന്നാണ് പറയണത്? 10 സെക്ടേഴ്സ് എന്ന് ക്വസ്റ്റ്യനിൽ പറയേണ്ടത്, ഈക്വൽ സെക്ടേഴ്സ്. ടോട്ടൽ ഒരു സർക്കിളിൻ്റെ ആംഗിൾ എത്രയാണ്? 360. അതിന് എത്ര സെക്ടർ ഉണ്ട്? 10 അല്ലേ. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു സെക്ടറിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 360 ഡിവൈഡഡ് ബൈ 10 വിച്ച് വിൽ ബി ഈക്വൽ ടു 36 ഡിഗ്രി. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഒരു സെക്ടറിൻ്റെ ആംഗിൾ ആണ് തീറ്റ അല്ലേ. അത് എത്രയായിരിക്കും വരിക? 36. കാരണം നമുക്ക് 10 സെക്ടേഴ്സ് ആണുള്ളത്, ഈക്വൽ സെക്ടേഴ്സ് ആണ്. ടോട്ടൽ 360 ഡിഗ്രിയാണ്. 360 ബൈ 10 എന്ന് പറഞ്ഞാൽ 36 ആയിരിക്കും ആംഗിൾ വരിക കേട്ടോ. ഓരോ സെക്ടറിൻ്റെ ആംഗിളും 36 ആണ്. അപ്പോൾ തീറ്റയ്ക്ക് പകരം 36 എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 360 അതുപോലെ എഴുതി. പൈയുടെ വാല്യൂ 22/7. റേഡിയസ് ഇറ്റ് ഈസ് 35/2. ദെൻ 35/2. ഡയാമീറ്റർ ആണ് 35, റേഡിയസ് 35/2 എന്ന് എഴുതണോണ്ടോ. 0 കട്ട് ചെയ്യാനായിട്ട് ഇവിടെ 0 കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, 0 ഇല്ല അല്ലേ. അപ്പോൾ കാര്യം ചെയ്യാം, 36ൽ 1 ടൈം. അപ്പോൾ ഇത് 10 ആയിട്ടും വരും അല്ലേ. 36 360ൽ 10 ടൈംസ് ഡിവൈഡ് ചെയ്യാലോ. 10നെ 5 കൊണ്ട് കട്ട് ചെയ്യാം 2 ടൈംസ്. 35നെ 5 കൊണ്ട് കട്ട് ചെയ്യാം 7 ടൈംസ്. 2 22ൽ കട്ട് ചെയ്യാലോ 11 ടൈംസ്. അപ്പോൾ ബാക്കി അവിടെ ഉണ്ടാവുക 11 ഉണ്ട്. 7ഉം കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ. പിന്നെ 35 ഉണ്ട്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 ഉണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ 35 ഇൻറ്റു 11 350 പ്ലസ് 35 385 അല്ലേ. ഡിവൈഡഡ് ബൈ 4 ദാറ്റ് മച്ച് എന്തായിരിക്കും വരിക? മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 385 ഡിവൈഡഡ് ബൈ 4 മില്ലിമീറ്റർ സ്ക്വയർ ആയിരിക്കും. വേറെ ഒന്നുമില്ല. ആദ്യം ആ ആംഗിൾ ഒന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ 360 ആണ്. 10 സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ സെക്ടറിൻ്റെ ആംഗിളും 36 ആണ്. ഇനി ആ ഫോർമുല നമുക്കറിയാവുന്ന ഫോർമുലയാണ് അല്ലേ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കണ്ടുപിടിക്കാം. ഇങ്ങനെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 9. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്യാണ്ട. എ umbrella has 8 ribs which are equally spaced. Assuming umbrella to be flat circle of radius 45 cm, find the area between the two consecutive ribs of the umbrella. ഒരു അംബ്രല്ലയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ് അതിൽ പറയുന്നത് നോക്കൂ. ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ 2 ഫിഗർ തന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് ടോപ്പ് നിന്ന് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കാണാൻ പറ്റുക, ആ ഒരു ഷേപ്പാണ് തന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നുണ്ട്. അവർ നോക്കുക തന്നിട്ടുള്ളത് ഒരു സർക്കിളിൻ്റെ ഷേപ്പാണ്. മുകളിൽ നിന്ന് നോക്കൂട്ടോ, ആ ഫിഗർ തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ. ഇങ്ങനെ ഒരു ഷേപ്പാണ്. അതിനെ 8 സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് 8 സെക്ടേഴ്സ് എന്ന് പറയാം. അതിൻ്റെ ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 8 സെക്ടേഴ്സ് ആയിരിക്കും വരും. ഈ ഒരു ഷേപ്പ് ആയിരിക്കും അംബ്രല്ലയുടെ ടോപ്പിൽ നിന്ന്, ടോപ്പ് വ്യൂ എന്ന് പറയാം അല്ലേ. അത് നോക്കുമ്പോൾ വരാം 8 ഈക്വൽ സെക്ടർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കൂ. an umbrella has 8 ribs. ഇവിടെ ഓരോ റിബ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഡയാമീറ്റർ ആണ്. എത്ര റിബ്സ് ആണുള്ളത് നോക്കൂ. 1 2 3 4. ആക്ച്വലി റിബ്സ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് അല്ലേ. 8 റിബ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8. അപ്പോൾ ഓരോ റിബ്സും ഓരോ റേഡിയസ്, ഡയാമീറ്റർ അല്ല റേഡിയസ് ആയിരിക്കും ഇവിടെ വരിക അല്ലേ. അങ്ങനെ ടോട്ടൽ എത്ര റിബ്സ് ഉണ്ടെന്ന് പറയണേ? 8 റിബ്സ് ആണുള്ളതെന്ന് പറയണം. ഈ 2 റിബ്സ് കൂടി എന്തുണ്ടാക്കണു? ഒരു സെക്ടർ ഉണ്ടാക്കണു അല്ലേ. അതാണ് അവർ പറഞ്ഞത്. വിച്ച് ആർ ഈക്വലി സ്പ്രെഡ്. അസ്യൂമിങ് അംബ്രല്ല ടു ബി ഫ്ലാറ്റ് സർക്കിൾ ഓഫ് റേഡിയസ് 45 സെന്റിമീറ്റർ. റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 45 സെന്റിമീറ്റർ ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് എത്രയാ? 45 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദ 2 കോൺസിക്യൂട്ടീവ് റിബ്സ് ഓഫ് ദ അംബ്രല്ല. അങ്ങനെയാണെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് റിബ്സ്, ഉദാഹരണമായിട്ട് ഇതാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ
രണ്ട് റിബ്സിൻ്റെ ഇടയിലുള്ള ഏരിയ, അതായത് ഇതാണ് ഏരിയ ഓഫ് എ സെക്ടർ എന്ന് പറയാം അല്ലേ. ഇതാണ് നിങ്ങളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏരിയ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് റിബ്സ്, രണ്ട് കോൺസിക്യൂട്ടീവ് റിബ്സിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് കോൺസിക്യൂട്ടീവ് റിബ്സിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്ടറിൻ്റെ ഏരിയ ആണ്. അതാണ് നിങ്ങളോട് ആക്ച്വലി കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. സെക്ടറിൻ്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം. ഏരിയ ഓഫ് എ സെക്ടർ കാണാൻ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ആംഗിൾ തീറ്റ, പിന്നെ ഒന്ന് റേഡിയസ്. അതിൽ റേഡിയസ് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര? 45 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ആംഗിൾ ആണ് അല്ലേ. എങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കുക? ഇവിടെ എത്ര സെക്ടേഴ്സ് ആണ് ഉള്ളത് നോക്കൂ. 8 സെക്ടേഴ്സ് അല്ലേ. ടോട്ടൽ 360 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ എത്രയായിരിക്കും വരിക? 8 സെക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഒരു സെക്ടറിൻ്റെ ഏരിയ കാണാനായിട്ട്, ആംഗിൾ കാണാനായിട്ട് 360 ഡിവൈഡഡ് ബൈ 8 നോക്കിയാൽ മതി. 836 നമുക്കറിയാം 4 × 8 32, റിമൈനിങ് 4 40 5 ടൈംസ് അല്ലേ. അപ്പോൾ ആംഗിൾ തീറ്റ വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 45 തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 45 ഡിഗ്രി ആണ് വരിക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിളും അറിയാം, റേഡിയസും അറിയാം. സോ വി ക്യാൻ റൈറ്റ് വാട്ട് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഏരിയ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് റിബ്സ് ഓഫ് അംബ്രല്ല എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എ സെക്ടർ എന്ന് പറയാം അല്ലേ. രണ്ട് സെയിം ആണ്. ഏരിയ ഓഫ് എ സെക്ടർ ആണ് ആക്ച്വലി നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് രണ്ട് റിബ്സിൻ്റെ ഇടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എ സെക്ടർ ആണ്. എന്തായിരുന്നു ഫോർമുല? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. അതിലെല്ലാ വാല്യൂസും നമുക്കറിയാലോ. ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 45 divided by 360 into pi is 22/7. Radius is also given 45. അപ്പോൾ റേഡിയസിന് 45 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആംഗിളും 45 ആണ്, റേഡിയസും 45 ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. 22നെ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം 11 ടൈംസ്. 360നെ 2 കൊണ്ട് കട്ട് ചെയ്യാം 180 ടൈംസ് അല്ലേ. 45 വീണ്ടും നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ. 15 ടൈംസ് 18 6 then 60. 15 60ൽ 4 ടൈംസ് നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, അങ്ങനെ ഫർദർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇനി ഏതെങ്കിലും സ്റ്റെപ്സ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ 11 × 45 × 45 ഡിവൈഡഡ് ബൈ 4 × 7 ഇതായിരിക്കും വരിക. മൾട്ടിപ്ലൈ ചെയ്യണം. 11 × 45 × 45 ഡിവൈഡഡ് ബൈ 28 എന്ന് വരും അല്ലേ. അങ്ങനെയാണ് ഈ ഫൈനൽ ആൻസർ. ഞാൻ ടൈം ബീങ് ഐ എം റൈറ്റിംഗ് ദാറ്റ് ആൻസർ 22275. ഈ മൂന്ന് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 22,275 എന്ന് വരുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനത് കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഞാൻ ആൻസർ എഴുതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 11 × 45 × 45 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 22,275 എന്ന് കിട്ടുന്നുണ്ടാവും. 4 × 7 28. ദാറ്റ് മച്ച് വാട്ട് ഇസ് എ യൂണിറ്റ്? സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ രണ്ട് കോൺസിക്യൂട്ടീവ് റിബ്സിൻ്റെ ഇടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ ആയിരിക്കും വരിക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏരിയ ഓഫ് എ സെക്ടർ കണ്ടുപിടിക്കണം. അല്ല ആംഗിൾ ഡയറക്റ്റ് തന്നിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കാം. 8 റിബ്സ് 8 സെക്ടർ ആണുള്ളത്. അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആംഗിൾ കിട്ടുമല്ലോ. നമുക്ക് എന്നിട്ട് വെറുതെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 10. നെക്സ്റ്റ് നമ്മൾ 11th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോണേ. ഐ ഷാൽ റീഡ് ദ ക്വസ്റ്റ്യൻ. A car has 2 wipers which do not overlap. Each wiper has a blade of length 25 cm sweeping through an angle of 115 degree. Find the total area cleaned at each sweep of the blade. മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കാറിൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ടാവും വൈപ്പേഴ്സ് അല്ലേ. 2 വൈപ്പർ ആണുള്ളതെന്ന് പറയണവർ. ഒരു വൈപ്പറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ബ്ലേഡിൻ്റെ ലെങ്ത് 25 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നു. അതുപോലെ അത് സ്വീപ്പ് ചെയ്യണ ആംഗിളും തന്നിട്ടുണ്ട് 115. രണ്ടും തന്നിട്ടുണ്ട്. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം പോരെ. അപ്പോൾ നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഒരു എക്സാമ്പിൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഒരു വൈപ്പർ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അത് വൈപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഈ പൊസിഷനിലാണ് അത് മൂവ് ചെയ്യുക അല്ലേ. ഒരു ഇതായിരിക്കും അത് കവർ ചെയ്യണ ഏരിയ എന്ന് പറയുന്നത്. വൈപ്പർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വൈപ്പർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയും ഭാഗത്തെ ഏരിയ ആണ് അത് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വിൽ ബി ഇൻ ഫോം ഓഫ് എ സെക്ടർ. ഇതാണ് പറയുന്നത്.
നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഏരിയ ക്ലീൻഡ് അറ്റ് ഈച്ച് സ്വീപ്പ് ഓഫ് ദ ബ്ലേഡ്. അപ്പോൾ 2 വൈപ്പേഴ്സ് ഉണ്ട്. അറ്റ് എ ടൈം എത്ര വൈപ്പർ ഉണ്ട്? 2 വൈപ്പർ ഉണ്ട് കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു സ്വീപ്പ് എന്ന് പറയുമ്പോൾ 2 ഓരോ പ്രാവശ്യം സ്വീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ടോട്ടൽ ഏരിയ എത്ര കവർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ എത്ര ക്ലീൻ ചെയ്തിട്ടുണ്ടാവും, അതാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. ടോട്ടൽ ഏരിയ ക്ലീൻഡ് അറ്റ് ഈച്ച് സ്വീപ്പ് ഓഫ് ദ ബ്ലേഡ്സ്. ഒരു ബ്ലേഡ് അല്ല, 2 ബ്ലേഡ് അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയാണോ ഒരു ബ്ലേഡ് കവർ ചെയ്യുന്ന ഏരിയ അതിൻ്റെ ഡബിൾ എടുത്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം ബ്ലേഡ് സ്വീപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ഏരിയ ക്ലീൻഡ് എന്ന് പറഞ്ഞാൽ 2 ബ്ലേഡ് ഉണ്ട്, രണ്ടും ഒരേ സമയത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ എത്രയാണോ അതിൻ്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ ക്ലീൻഡ് അറ്റ് ഈച്ച് സ്വീപ്പ് ഓഫ് ദ ബ്ലേഡ്. ഓരോ സ്വീപ്പിലും കിട്ടുന്ന ടോട്ടൽ ഏരിയ ക്ലീൻ ചെയ്തിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊരു സെക്ടറിൻ്റെ ഫോമിലാണ്. ഒരു ബ്ലേഡ് മൂവ് ചെയ്യുന്നത് ഒരു സെക്ടറിൻ്റെ ഫോമിലാണ്. ഈ ആംഗിൾ അവർ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്? തന്നിട്ടുള്ളത് 115. ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ 115. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 25 സെൻറ്റിമീറ്റർ. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി വെറുതെ ആ സെക്ടറിൻ്റെ ഫോമിലാണല്ലോ ഏരിയ വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യാം? ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ഏരിയ ക്ലീൻഡ് നോക്കാം അല്ലേ. ഏരിയ ക്ലീൻഡ് ബൈ വൺ ബ്ലേഡ് ഇസ് ഈക്വൽ ടു, ഒരു ബ്ലേഡ് ക്ലീൻ ചെയ്യുന്ന ഏരിയ ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനെ ഡബിൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ഏരിയ കിട്ടും അല്ലേ. ഏരിയ ക്ലീൻ ചെയ്യുന്നത് ഏത് ഫോമിലുള്ള ഏരിയ ആണ്? ഇതൊരു സെക്ടറാണ്. അപ്പോൾ ഏതാണ് ഫോർമുല വരിക? θ/360 ഇൻറ്റു πr². ഒരു ബ്ലേഡ് ക്ലീൻ ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബ്ലേഡ് ഏത് ഷേപ്പിലാണ് മൂവ് ചെയ്യുന്നത്? ഒരു സെക്ടറിൻ്റെ ഫോമിലാണ്. അപ്പോൾ സെക്ടറിൻ്റെ ഫോർമുലയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. തീറ്റ എന്ന് പറയുന്നത് 115 ആണ് നമുക്കറിയാം. 360 ഇൻറ്റു π22/7. റേഡിയസ് തന്നിട്ടുണ്ട് 25. സോ 25 ഇൻറ്റു 25. സിംപ്ലിഫൈ ചെയ്യാവുന്ന ടേംസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 115 ക്യാൻ ബി കട്ട് ബൈ 5 അല്ലേ. എത്ര ടൈംസ്? 2. റിമൈനിങ് 15 3 ടൈംസ് 23. 360 ക്യാൻ ബി കട്ട് ബൈ 5. 365 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 7 × 5 35 10 2 72 അല്ലേ. നെക്സ്റ്റ് നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് 72നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 36 ആയി. 22നെ 2 കൊണ്ട് കട്ട് ചെയ്യാൻ 11 ആയി അല്ലേ. മറ്റേതെങ്കിലും ടേംസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ നോക്കൂ? ഇല്ല അല്ലേ. അപ്പോൾ ഇനി അതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ഇല്ല. അപ്പോൾ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം കേട്ടോ. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് 23 ഇൻറ്റു 11 ഇൻറ്റു 25 ഇൻറ്റു 25 നമുക്കറിയാം 625 എന്ന് വേണമെങ്കിൽ എഴുതാം. ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു 7. ഇതായിരിക്കും നമുക്ക് ടേം കിട്ടുക അല്ലേ. ഇത് ഒരു ബ്ലേഡ് ക്ലീൻ ചെയ്യണ ഏരിയ ആണ് അല്ലേ. അത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എത്രയാണെന്നുള്ള അറിയുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. സിംപ്ലിഫിക്കേഷൻ ഞാൻ എഴുതുന്നില്ല, തൽക്കാലം ഞാനത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാണ്. 158,125. സിംപ്ലിഫിക്കേഷൻ്റെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഞാനിപ്പോൾ ചെയ്യണില്ല, ഡയറക്റ്റ് ആൻസർ എഴുതാണ്. 23 ഇൻറ്റു 11 ഇൻറ്റു 625 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 1,58,125 എന്ന് വരും അല്ലേ. ഡിനോമിനേറ്റർ 36 ഇൻറ്റു 7 ആണല്ലോ. അത് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇങ്ങനെ വരും 36 ഇൻറ്റു 7 252 അല്ലേ. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 252 എന്ന് വരും. ദാറ്റ് മച്ച് what is the unit we have? സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് ഒരു ബ്ലേഡ് ക്ലീൻ ചെയ്യണ ഏരിയ ആണ്. ആകെ എത്ര ബ്ലേഡ് ആണുള്ളത്? 2 ബ്ലേഡ്സ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള എൻ്റെ ആൻസർ ആയിട്ട് ഇങ്ങനെ എഴുതാം. വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്? ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്. ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ക്ലീൻഡ് ബൈ, നമുക്ക് ഇങ്ങനെ എഴുതാം, ടോട്ടൽ ഏരിയ ക്ലീൻഡ് ബൈ 2 ബ്ലേഡ്സ്. അങ്ങനെ എഴുതാണ് കേട്ടോ. 2 ബ്ലേഡാണ് ഉണ്ടാവുക. 2 ബ്ലേഡ്സ് ഈസ് ഈക്വൽ ടു ഇൻ എ സ്വീപ്പ് കേട്ടോ. 2 ബ്ലേഡ്സ് ഇൻ എ സ്വീപ്പ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? മുമ്പ് കിട്ടിയതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇത് ഒരു ബ്ലേഡ് സ്വീപ്പ് ചെയ്യണ ഏരിയ ആണെങ്കിൽ, ക്ലീൻ ചെയ്യണ ഏരിയ ആണെങ്കിൽ 2 ബ്ലേഡ് ക്ലീൻ ചെയ്യണ ഏരിയ കാണാൻ ഇതിനെ 2 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 ഇൻറ്റു
258,125 divided by 252 എന്ന് കിട്ടി അല്ലേ. 252 കട്ട് ചെയ്യാം അല്ലേ. 1 remaining to 2 remaining to 6. So what you will be getting is 158125 divided by 126, that much centimeter square. അപ്പോൾ വാല്യൂസ് ഒക്കെ കുറച്ച് ബിഗർ വാല്യൂസ് ആണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. സിംപ്ലിഫിക്കേഷൻ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 252 കട്ട് ചെയ്ത് 126 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൻസർ ആയിട്ട് എഴുതാം. അപ്പോൾ 1,58,125 ഡിവൈഡഡ് ബൈ 126, ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ വിൽ ബി ക്ലീൻഡ് ഇൻ എ സ്വീപ്പ്. ഒരു സ്വീപ്പിൽ 2 ബ്ലേഡ് കൂടി കംപ്ലീറ്റ് ചെയ്യണ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയായിരിക്കും. അപ്പോൾ ആദ്യം ഒരു ബ്ലേഡ് ക്ലീൻ ചെയ്യണ ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻ എ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ 2 ബ്ലേഡ് ഉണ്ട് അല്ലേ, അതുകൂടി ക്ലീൻ ചെയ്യണ ഏരിയ നമുക്ക് കിട്ടും. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സെക്ടറിൻ്റെ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 2 ഷേപ്പ് ഉള്ളത് കൊണ്ട് ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റൊരു ക്വസ്റ്റൻ ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 12, അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഈസി ക്വസ്റ്റൻ ആണ്. ടു വാൺ ഷിപ്പ് ഫോർ അണ്ടർ വാട്ടർ റോക്സ് എ ലൈറ്റ് ഓഫ് സ്പ്രെഡ് എ റെഡ് കളേർഡ് ലൈറ്റ് ഓവർ എ സെക്ടർ ഓഫ് ആംഗിൾ 80 degree to a distance of 16.5 kilometer. Find the area of the sea over which the ships are warned. മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒരു ലൈറ്റ് അല്ലേ, നമുക്കറിയാം ഷിപ്പുകളെ വാൺ ചെയ്യാനായിട്ട് അവിടെ ഒരു ലൈറ്റ്സ് നമുക്ക് സീലൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ആ ഏരിയ അവിടെ ഇഷ്യൂ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ്, അതാണ് അവർ പറയണത്. ടു വാൺ, ഷിപ്പുകളെ വാൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. റൗണ്ട് ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്. ഒരു ലൈറ്റ് ഹൗസ്, സപ്പോസ് ദിസ് ഈസ് ദ ലൈറ്റ് ഹൗസ്, യു ക്യാൻ ടേക്ക് ലൈക്ക് ദിസ്. ഇതൊരു ലൈറ്റ് ഹൗസ് ആണെന്ന് വിചാരിക്കും. ഇതാണ് ലൈറ്റ് എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് വാൺ ചെയ്യണ, ഈ ലൈറ്റ് വാൺ ചെയ്യണ ഒരു ഭാഗമുണ്ട് അല്ലേ, ഷിപ്സിന് വാൺ ചെയ്യണ ഒരു ഏരിയ ഉണ്ട്, അത് ഇതാന്ന് വിചാരിക്കുക. ഇത്രയും ഭാഗത്താണ് ഈ ലൈറ്റ് ഷിപ്പുകളെ വാൺ ചെയ്യണ ഒരു ഏരിയ. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഏത് ഷേപ്പിലാണെന്ന് അവർ പറയേണ്ടത്. ഇറ്റ് ഈസ് ഇൻ ഫോം ഓഫ് എ ഇറ്റ് ഈസ് ഇൻ ഫോം ഓഫ് എ സെക്ടർ. അപ്പോൾ ഈ ഒരു ഷേപ്പ് മനസ്സിൽ വരണം. ഈ ലൈറ്റ് ഷിപ്പുകളെ വാൺ ചെയ്യണ ഒരു ഏരിയ ഏത് ഫോമിലാണ്? ഒരു സെക്ടറിൻ്റെ ഫോമിലായിരിക്കും. ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. അത് ഇങ്ങനെ ഒരു ഷേപ്പിൽ, ഒരു സെക്ടറിൻ്റെ ഷേപ്പിലാണ് ഷിപ്സിനെ വാൺ ചെയ്യണത് കേട്ടോ. ആ ലൈറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലൈറ്റ് വാസ് സ്പ്രെഡ് എ റെഡ് കളേർഡ് ലൈറ്റ് ഓവർ എ സെക്ടർ ഓഫ് ആംഗിൾ 80 degree. ഈ ആംഗിൾ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രിയാണ് ആംഗിൾ. സെക്ടറിൻ്റെ ആംഗിൾ 80 degree ആണെന്ന് പറയുന്നു. ഡിസ്റ്റൻസ് ഓഫ് 16.5 കിലോമീറ്റർ. ഈ ഡിസ്റ്റൻസ് എന്നിവിടെ പറയുന്നത് എന്താണ്? ഇവിടെ റേഡിയസ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ്, ലൈറ്റ് പോണ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സെക്ടറിൻ്റെ എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും വരിക. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സീ ഓവർ വിച്ച് ഷിപ്സ് ആർ വാൺഡ്. അപ്പോൾ ഇത്രയും ഭാഗത്താണ് ഷിപ്സ് വാൺ ചെയ്തിട്ടുള്ളത്, ലൈറ്റ് വരുന്ന ഏരിയ അല്ലേ. ഇത്രയും ഭാഗത്തെ ഏരിയ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു കുറേ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ തന്നെങ്കിലും ആക്ച്വലി ഇറ്റ് ഈസ് സിമ്പിളാണ്. അതൊരു സെക്ടറിൻ്റെ ഫോമിലാണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാം. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സീ ഓവർ വിച്ച് ദ ഷിപ്സ് ആർ വാൺഡ്. ഏരിയ ഓഫ് ദ സീ ഓവർ the ships are warned is equal to ഏതാണ് ആ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു സെക്ടർ ആണ് അല്ലേ. ഷിപ്സിനെ വാൺ ചെയ്തിട്ടുള്ള ഏരിയ ഒരു സെക്ടറിന്റെ ഫോമിലാണെന്ന് പറയുന്നുണ്ട് ലൈറ്റ് കിടക്കുന്നത്. അപ്പോൾ ഏത് ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്? സെക്ടറിന്റെ ഫോർമുല θ/360 × πr². അതാണല്ലോ ഫോർമുല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തീറ്റ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ 80 ഡിഗ്രി അല്ലേ, ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 3.14 എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഗിവൺ. സോ യു ഹാവ് ടു ടേക്ക് 3.14. റേഡിയസ് എത്രയാണ്? 16.5 ഇൻറ്റു 16.5. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ 0 കട്ട് ചെയ്ത് കളയാം. 8 4 കൊണ്ട് കട്ട് ചെയ്താൽ 2 ടൈംസ് അല്ലേ. 36 9 ടൈംസ് 4 കൊണ്ട് കട്ട് ചെയ്താൽ 9 ടൈംസ്. സോ യു വിൽ ബി ഗെറ്റിംഗ് 2 ഇൻറ്റു 3.14 ഇൻറ്റു
16.5 into 16.5 divided by 9. ഇതിൽ 9 വീണ്ടും നമുക്കിവിടെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. വേണമെങ്കിൽ ഡെസിമൽ മാറ്റാനായിട്ട് ആദ്യം നമുക്ക് 10,000 കൊണ്ട് മുകളിലും അടിയിലും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഡെസിമൽ മാറ്റാനായിട്ട് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 2 into 314 into 165 into 165. ഇവിടെ 2 ഡിജിറ്റ് മാറും അല്ലേ. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് 1 2 3 4 ഡിജിറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ ഡിനോമിനേറ്ററും 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 9 into 10,000. ഇവിടുത്തെ ഡെസിമൽ മാറി അടിയിൽ 10,000 വന്നു. 9 നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം 3 times. 165നെ 3 കൊണ്ട് കട്ട് ചെയ്യാം 55 times അല്ലേ. അഗെയിൻ ഈ 3 165ൽ 55 times മൾട്ടിപ്ലൈ ചെയ്യാം. ബാക്കി ഉണ്ടാവുക 2 into 314 into 55 into 55 divided by 10,000 ആണ് വരിക അല്ലേ. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ എഴുതാം കേട്ടോ. ഏകദേശം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഏകദേശം 189.97 അപ്രോക്സിമേറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് ആൻസർ. സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 2 into 314 എന്ന് പറഞ്ഞാൽ 628 ആവും അല്ലേ. പിന്നെ അതിന് 55 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, വീണ്ടും 55 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈസി ആണല്ലോ. 4 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് നീക്കിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി അല്ലേ. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. നമ്മൾ കാൽക്കുലേഷൻ ഞാനിപ്പോൾ അവോയ്ഡ് ചെയ്യാണ്, കാരണം ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആവും, അതുകൊണ്ടാണ്. സോ 189.97 ഈസ് ദ ആൻസർ. യൂണിറ്റ് ഏതായിരിക്കും വരിക? സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ദ സീ ഓവർ ദ ഷിപ്സ് ആർ വാൺ. എത്ര ഭാഗത്ത് എത്ര ഏരിയ ആണ് ഷിപ്സിന് വാൺ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 189.97 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് മച്ച് ഏരിയ ഇറ്റ് ഈസ് വാണ്ട് എന്ന് പറയാം. അപ്പോൾ ഫിഗർ കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണിത്. 2 ഫോർമുലയാണ് നമ്മൾ ബേസിക് ആയിട്ട് അതിൽ പഠിച്ചത് അല്ലേ. ആ ഫോർമുല ഉപയോഗിച്ച് എല്ലാ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ മാർക്ക് മിസ്സാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.